الشيطان الرجيم بسم الله الرحمن الرحيم قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشف صدور قوم مؤمنين. സൂറത്ത് തൗബയിലെ 14-ാമത്തെ ആയത്താണ്. നമ്മൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞത് നബിയുർ റഹ്മത്തി വൽ മർഹമ, അനുഗ്രഹീതനായ പ്രവാചകൻ. ഇന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം നിബിധങ്ങൾ തന്നെ പറഞ്ഞത് നബിയുൽ മൽഹമ എന്നാണ്. സമരനായകൻ, പടത്തലവൻ, യുദ്ധത്തിന്റെ പ്രവാചകൻ എന്നൊക്കെ അതിന് നമുക്ക് അർത്ഥം പറയാം. ഇങ്ങനെ ഒരു പേര് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാനുള്ള കാരണം എന്താണ്? സമരനായകൻ, പടത്തലവൻ, യുദ്ധത്തിന്റെ പ്രവാചകൻ എന്നൊക്കെ. അത് മറ്റ് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്വത്തെക്കാൾ എക്സ്ട്രയായി ചില കൂടുതൽ ഉത്തരവാദിത്വം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അഥവാ ശത്രുക്കളുടെ അക്രമം വരുമ്പോൾ അള്ളാഹുവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ് മറ്റെല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ഒരു പ്രബോധന രീതിയായി നൽകപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് ശത്രുക്കൾക്കെതിരെ ഒരു സൈനിക നടപടി, ആ ഉത്തരവാദിത്വം മറ്റ് പ്രവാചകന്മാർക്കൊന്നും നൽകിയിട്ടില്ല. നമ്മൾ പറഞ്ഞ മൂസാ നബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ, യൂനുസ് നബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ, നൂഹ് നബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ. അവിടെയൊക്കെ ശത്രുക്കൾ വല്ലാതെ അക്രമം നടത്തുന്ന സമയത്ത് യൂനുസ് നബിന്റെ പാട്ടിൽ പോയി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, നിരന്തരം പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഒന്നും ശത്രുക്കൾക്കെതിരെ ഒരു സൈനിക നടപടിയോ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംഘടിതമായ ആളുകളെ സംഘടിപ്പിച്ചുവെങ്കിലും ഫറോക്കെതിരെ സൈനിക നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ, പഴയ കാലഘട്ടത്തിലെ ഒരു പ്രവർത്തന രീതി. അതവരുടെ രീതിയായിരുന്നു, ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ പഠിച്ചവൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് അതിനു വേണ്ടി നിങ്ങളൊരു പോരാട്ടം, ഒരു സമരം, ഒരു യുദ്ധം എന്ന് നടത്തണമെന്ന നിർദ്ദേശമൊന്നും പഴയ കാലഘട്ടത്തിലെ പൂർവിക പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെ ജനതക്കോ പ്രവാചകന്മാർക്കോ ഉണ്ടായിരുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ അല്പം മുമ്പ് നടന്ന ആനക്കലഹ സംഭവം. നമുക്കറിയാം, ആനക്കലഹ സംഭവം സൂറത്തുൽ ഫീലിൽ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞ ആനക്കലഹ സംഭവം. അത് അബ്രഹത്ത് എന്ന ധിക്കാരിയായ ഒരു രാജാവ് കഅബ പൊളിക്കാൻ വന്നൊരു സംഭവമാണ്. ആ സമയത്ത് മക്കയുടെ നേതാവായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പ കൂടിയായ അബ്ദുൽ മുത്തലിബ് എന്താ പറഞ്ഞത്? പഠിച്ചോനെ, നമുക്കാവൂല, ഇത് നിന്റെ ഭവനമാണ്, നീ തന്നെ സംരക്ഷിച്ചു കൊള്ളുക. പ്രത്യേകിച്ച് അവിടെ സൈനിക നടപടിയോ അബ്രഹത്തിനെതിരെ ഒരു പോരാട്ടമോ നടത്തി, അതായിരുന്നു അവരുടെ രീതി. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം ആയപ്പോൾ അവസ്ഥകൾ മാറി. നിരന്തരം പഴയ കാലഘട്ടത്തിൽ ജനങ്ങളെ അടിമകളാക്കി വെക്കുന്ന, യുദ്ധം ചെയ്തും ആക്രമിച്ചും ജനങ്ങളെ അടിമകളാക്കി വെക്കുന്ന ശത്രുക്കളും അതേപോലെ ഭരണകർത്താക്കളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ നടപടിക്രമങ്ങൾ മാറി. ആ ഉത്തരവാദിത്വം ശത്രുക്കളെ നശിപ്പിക്കുക, നിഗ്രഹിക്കുക എന്നുള്ള
അള്ളാഹു നിർവഹിച്ചിരുന്ന, അള്ളാഹു ചെയ്തിരുന്ന ആ ഉത്തരവാദിത്തം അള്ളാഹു തആല ആരെ ഏൽപ്പിച്ചു? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു. അഥവാ ഇസ്ലാമിനെ കൈകരുത്തുകൊണ്ടും ധിക്കാരം കൊണ്ടും തടഞ്ഞു നിർത്താൻ ശ്രമിച്ചവർക്കുള്ള എതിരെയുള്ള നടപടി യുദ്ധത്തിലൂടെ തന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന ഒരു പുതിയ ഉത്തരവാദിത്തം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയാണ് കാരുണ്യത്തിന്റെ നബിയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരാട്ടത്തിന്റെ നബിയായിട്ട് മാറുന്നത്. ഈ കാര്യങ്ങൾ പൂർവികരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചരിത്രകാരനായ പ്രശസ്ത പണ്ഡിതൻ മഹാനായ ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മുൻകാല പ്രവാചകന്മാർ സമൂഹങ്ങളിൽ നബിമാരെ ധിക്കരിച്ചപ്പോൾ അക്രമങ്ങൾ അക്രമികളിൽ അവരിൽ ഒരാളെയും ബാക്കി വെക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നടപ്പിലാക്കിയതായിട്ട് ഖുർആനിൽ കാണാം. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലെ ശത്രുക്കൾ ആയതുകൊണ്ട് അവർക്കെതിരെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതായിട്ടില്ല. അങ്ങനെ ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ ഇസ്രായേലിൽ ഇറങ്ങണം. അങ്ങനെ ഇസ്രായേൽ പഠിച്ചവന്റെ ശിക്ഷ ഇറങ്ങുന്ന ആരും വിചാരിക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കൾ അമേരിക്കക്കെതിരെ ഇന്ന് ഇറങ്ങണം, ശരിക്കും അത് ഇറങ്ങൂല. അതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. അള്ളാഹുവിന്റെ നടപടിക്രമം അള്ളാഹുവിനെ മാറ്റി. മഹാനായ ഇമാം ഖത്താബി പറയാണ്, ധിക്കാരികളായ സമൂഹത്തോട് നേരിട്ട് ഏറ്റുമുട്ടി അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഏൽപ്പിച്ച അമിത ചുമതല. അതാണ് സൂറത്തു തൗബയിലെ 114ാമത്തെ വചനമായിട്ട് അല്ലാഹു തആല പറയുന്നത്, ഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക, അക്രമികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും, യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും, അല്ലാഹു തആല അവരെ നശിപ്പിക്കും. ബിഐദീകും, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട്. കരം ആരേൽപ്പിച്ചു? ആ യുദ്ധം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു. വയുഹ്സിഹിം, അവരെ അല്ലാഹു തആല നിന്ദ്യരാക്കും, അപമാനിതരാക്കും. വയൻസുർകും അലൈഹിം, നിങ്ങൾ അത്ര ചെറിയ സംഘമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും നിങ്ങളെ അല്ലാഹു തആല അവർക്കെതിരെ സഹായിക്കും. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ആശ്വാസത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ അവസ്ഥകൾ രൂപപ്പെടുത്തി വെക്കും. ആ ഒരു അമിത ചുമതലയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുൽ മൽഹമ, യുദ്ധത്തിന്റെ, സമരത്തിന്റെ നേതാവ് കൂടിയാണ്, പ്രവാചകൻ കൂടിയാണ് എന്ന് പറഞ്ഞത്. നബിതങ്ങളുടെ കാലഘട്ടം വന്നപ്പോ ജനങ്ങളൊക്കെ ബൗദ്ധികമായി വളർന്നു, ചിന്താപരമായി വളർന്നു. പരസ്പരം മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പാകത്തിലുള്ള ഒരു മാനസികമായി പരുവപ്പെട്ടു മനുഷ്യന്മാരെ. ജനങ്ങളോടുള്ള ഹക്കിനെ കുറിച്ച് ചിന്തിക്കാൻ, സംസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാൻ ഉള്ളൊരു മാനസികമായി പരുവപ്പെടലേക്ക് ജനങ്ങൾ വന്നപ്പോ പുതിയ കാലഘട്ടത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ കാലഘട്ടത്തിൽ അവസ്ഥകൾ മാറിയപ്പോൾ ആ ഉത്തരവാദിത്വം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു. ഇതാണ് സിയോണിസ്റ്റുകളായ, ഫാസിസ്റ്റുകളായ, നിരീശ്വരവാദികളായ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന്റെ പ്രവാചകനാണ് എന്ന് പറയാനുള്ള ഒരു കാരണം, സമരത്തിന്റെ അല്ലെങ്കിൽ പോരാട്ടത്തിന്റെ വാളെടുത്ത രക്തം ചിന്തിയ പ്രവാചകൻ എന്നൊക്കെയാണ്, യുദ്ധക്കുതിയനായ മുഹമ്മദ് എന്നൊക്കെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശത്രുക്കൾ പറയാം. അവിടെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞ അവസാനിപ്പിക്കും. അഥവാ യുദ്ധക്കൊതിയൻ എന്നൊക്കെയാണ് ഇന്നത്തെ അബൂജഹലുമാര് അഥവാ ഫാസിസ്റ്റുകള്,
ഇസ്ലാമിന്റെ ശത്രുക്കളായ നിരീശ്വരവാദികളായ ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയും. എന്നാൽ ആ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരു അഭിമാനം ഉള്ളൊരു കാര്യമാണ്. നബി വരുന്ന കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്ന നേതാവ് എന്ന് പറയുന്നത് അഭിമാനമുള്ളൊരു കാലമായിരുന്നു. അഭിമാനമുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ എതിരാളികളായ ആളുകളെ ജയിച്ചടക്കുന്നവർ വീരന്മാരാണ്. അവർ ആക്രമണം ചെയ്യുന്നോ ഇല്ലേ എന്നുള്ള നോട്ടല്ല. ആ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു എന്ന് വെക്കുമ്പോ, അപ്പോ നബിയുൽ മലാഹിം എന്ന പ്രവാചകൻ പറയുമ്പോഴാണ്, ആ പറയുന്നിടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആളുകൾ കൂടുക. പോരാളിയായ നേതാവ് ആ ധീരതയുടെ മുന്നിലാണ് ശത്രുക്കൾ അടിമപ്പെടുക, ശത്രുക്കൾ പരാജയപ്പെടുക. അങ്ങനെ ധീരത പ്രകടിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആളുകൾ വരിക. അങ്ങനെ ധീരത പ്രകടിച്ചപ്പോഴാണ് മക്കം ഫതഹിൽ ഒരു പ്രദേശം മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വന്നത്. അതാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ എന്ന സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പറഞ്ഞതും കേട്ടതുമായ കാര്യം അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.